സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ 1.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. ആസ് എ മാർവൽ ഫാൻ ഐ എം റിയലി ഹാപ്പി ടു സീ ദിസ് മൂവി. ആൻഡ് എന്താ പറയുക, ഇത്രയും നാൾക്ക് ശേഷം ഇത്രയും നല്ല ഒരു ഫീല് തരുന്ന ഒരു മാർവൽ മൂവി. അതായത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും കൂടുതൽ കോമഡി ഉള്ള ഒരു മാർവൽ മൂവി ഇതായിരിക്കാം മേ ബി. പിന്നെ കാമിയോസ്, ഇഷ്ടംപോലെ കാമിയോസ് ഉണ്ട് ഇതിനകത്ത്. എടുത്തു പറയേണ്ടത് വെച്ചാൽ റയൻ റെനോൾഡ്സ്, പുള്ളിക്കാരന് മാത്രമേ ഈ റോള് ഇത്രയും പെർഫെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൂൾവറിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പിന്നെ വൂൾവറിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഹ്യൂ ജാക്ക്മാൻ അല്ലാതെ ഒരാൾക്കും കൂടി ആ ഒരു റോള് ചെയ്യാൻ പറ്റും എന്ന് സിനിമയിൽ പറയുന്നുണ്ട്. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഇപ്പോൾ ലെജൻഡറി ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. നല്ല ഹൈപ്പോട് കൊടുത്താൽ നിങ്ങൾക്ക് സിനിമ കാണാം. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് പോയത് തന്നെ അറിഞ്ഞില്ല. കാരണം നമ്മൾ ഈ ഡെഡ്പൂളിൻ്റെ ഫിലിമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇൻ്റർവെൽ എഴുതി കാണിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചത് നമ്മൾ ടീസ് ചെയ്യുന്നതായിരിക്കും വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഫസ്റ്റത്തെ ഒരു 1 അവർ പോയത് ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. സെക്കൻഡ് ഹാഫ് ആയാലും അതുപോലെ തന്നെ. പിന്നെ വേറെ ഒരു എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റയൻ റെനോൾഡ്സിൻ്റെയും ഹ്യൂ ജാക്ക്മാൻ്റെ ആ ഒരു കോമ്പിനേഷൻ എല്ലാം പക്കായിട്ടുണ്ട്. പിന്നെ ഇതിന് മുന്നുള്ള എക്സ്മാൻ മൂവീസും മാർവൽ മൂവീസും ഒക്കെ കണ്ട ഒരാളെന്ന നിലയിൽ ഈ ഒരു ഫിലിം എന്തൊക്കെയാലും കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് ബാക്കി ഇറങ്ങാൻ പോകുന്ന ഫിലിംസിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ജോണർ പിടികിട്ടു. ഇനിയിപ്പം 2 ദിവസം മുന്നേ 2-3 സിനിമ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു ഫിലിം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പറഞ്ഞൊരു ഫിലിം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മുന്നേ അനൗൺസ് ചെയ്തതാണ്. അവഞ്ചേഴ്സ് ദ കാങ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ ഫിലിമിന് പകരമായിട്ട് ഇപ്പോൾ ഡൂംസ്ഡേ എന്ന് പറഞ്ഞൊരു ഫിലിം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞ ഫിലിം കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ RDJ ആണ് അതിൽ ഡൂമിൻ്റെ കാസ്റ്റിൽ വരുന്നത്. ആൻഡ് ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ് സത്യം പറഞ്ഞാൽ. കാരണം RDJ അങ്ങനത്തെ ഒരു വേഷത്തിൽ കാണാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ആസ് എ മാർവൽ ഫാൻ സോ എക്സൈറ്റഡ് ടു സീ ദാറ്റ് മൂവി. അല്ലെങ്കിൽ ഒരു RDJ ആ ഒരു ഡോക്ടർ റൂമിൻ്റെ വേഷത്തിൽ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഡെഡ്പൂൾ വൂൾവറിൻ അല്ലാതെ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കോമ്പിനേഷനാണ് ഡെഡ്പൂൾ സ്പൈഡർമാൻ എന്ന ഒരു കോമ്പിനേഷൻ. ഇത് സിനിമയിൽ ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്ത് പോകുന്നുണ്ട്. ചെറുതായിട്ട്, ഇത് കുറച്ചേ ഉള്ളൂ. പക്ഷേ ആ ഒരു സീൻ വന്നപ്പോൾ തന്നെ തിയേറ്റർ മൊത്തം ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ദിലീപ് ഫിലിം പോലെ ചുമ്മാ എടുത്തു വെച്ച് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. കാരണം അത്രത്തോളം റിപ്പീറ്റ് വാല്യൂ ഉള്ള ഫിലിമാണ്. പിന്നെ ഈ ബൈ 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 എന്നുള്ളൊരു പാട്ടുണ്ട്. അതായത് ഈ ഓപ്പണിങ്ങിൽ വരുന്ന ഒരു പാട്ട്, അത് ഞാൻ ഇപ്പോൾ ആ പാട്ടിനോട് അഡിക്റ്റഡ് ആണ്. പിന്നെ അതുള്ള ഒരു പെർഫോമൻസ്, പിന്നെ വയലൻസിന് ഒരു രക്ഷയും കൊടുത്തിട്ടില്ല. അമ്മാരി വയലൻസ് ആണ് സിനിമയിൽ. നല്ല പൂര തെറി പറയുന്നുണ്ട്, തന്തയ്ക്ക് തള്ളയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നല്ല ബ്ലഡി സീൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് മുതൽ വില്ലൻ വരെ നല്ല കോമഡി കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തായാലും നോ വേ ഹോമിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫിലിം തന്നെയാണ്. എനിക്കിപ്പോൾ ഈ ഒരു ഫിലിം കണ്ടതിന് ശേഷം എനിക്ക് ഈ ഒരു ഫിലിമിൻ്റെ ചിന്ത മാറുന്നില്ല. സോ അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു ഫിലിം. പിന്നെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യും. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ സിനിമ അലൗഡ് ആയിട്ടുള്ളൂ. കാരണം അത്രത്തോളം വയലൻസ് സീനൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ചീത്തവിളി, അതൊക്കെയാണ് മെയിനായിട്ടും അതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആസ് എ മാർവൽ ഫാൻ എന്നെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സോ നിങ്ങളൊരു ഹാർഡ് കോർ മാർവൽ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഫിലിം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നെ അല്ലാതെ എക്സ്മാൻ ഫിലിംസ് ഒന്നും കാണാതെയാണ് നിങ്ങൾ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഫിലിം മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില സംഭവങ്ങളൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. സോ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ കാണാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ മെയിനായിട്ടും ഫസ്റ്റ് ഡെഡ്പൂളും പിന്നെ എക്സ്മാൻ ഒറിജിൻസും കണ്ടിരിക്കേണ്ടതാണ്. സോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.